ഈ പഹ്യനൊരു ബോംബ് ഇട്ടാ പോലും അറിയൂലേലോ. ചെറുപ്പില്ലാലും മീനായി തമ്പുരാനേ, ഈ കൂർക്കം വലിക്കാരൻ കോലം കണ്ടില്ലേ. മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റാത്ത കൊണ്ട് ഗ്ലാമർ മിനിമം പോയിന്ന് എല്ലാ പെണ്ണുങ്ങളും പൊയ്ക്കടുവെന്ന് പറയണേ. ഒന്നും അറിഞ്ഞോണ്ട് കിടക്ക് എടുത്ത് ഉറങ്ങാൻ. ജനറേറ്റർ ഓൺ ചെയ്ത് വെച്ചോണ്ട് ഇങ്ങനെ വെച്ചിട്ടില്ല. ഞങ്ങളെ മൂക്കപ്പ എല്ലാം തട്ടം കുത്തിത്തിരിക്കും വെക്കേ നമ്മള്. ചെയ്യണോ കൂർക്കവലിയിലും വെറൈറ്റിയോ സംഗീതം ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടല്ലോ. കൊറേ ഐറ്റം കയ്യിലുണ്ടില്ലേ. ഉമ്മച്ചിയെ ഉമ്മച്ചിയെ ഉമ്മച്ചിയെ, ഓ എന്തേ തിന്നാനെടുക്ക സമയമില്ല. ഉമ്മയോ മനസ്സമാധാനത്തോടൊന്നും ഉറങ്ങാൻ സമ്മതിക്കൂല നിങ്ങള്. ഇപ്പൊ ടൈം എന്തായിരുന്ന വിചാരം? 8 മണിയായി. ഞാൻ എന്താക്കണോ? ഒന്നും ചെയ്യണ്ട, തിന്നാൻ എന്തെങ്കിലും കൊണ്ടാ. തിന്നാനില്ലാന്ന്. അല്ലോ അതെന്താന്ന്? നമ്മള് കിടന്ന് ഉറങ്ങിപ്പോയി. ഉമ്മച്ചി ആയാലും കുറച്ച് ഉത്തരവാദിത്ത ബോധമൊക്കെ വേണം. അല്ലാതെ 8 മണി വരെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങല്ലേ വേണ്ടേ. റസിയ, രാത്രി നമ്മൾ ഒരു പോളെ കണ്ണടിച്ചില്ല. മോളെ എന്റെ ഉപ്പച്ചിന്റെ നശിച്ച കൂർക്കമ്മലി. ഞാനാണെങ്കിൽ ഒരേല അനിങ്ങ ഒന്ന് സൈസ് അന്നപ്പോഴാ എന്റെ ഉപ്പന്റെ ഒടുക്കറ്റ കൂർക്കമ്മലി. അല്ല, അപ്പൊ കൂർക്കമ്മലി നിർത്തുന്നവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലേ? ഞാൻ ഉറങ്ങിയില്ലേ ഉണ്ടാവും. വിശക്കുന്നു ഉമ്മച്ചി. എന്റെ ഉപ്പച്ചിനോട് പൈസ വാങ്ങിയിട്ട് പുറത്ത് നേടുന്നെങ്കിൽ തിന്നോ. ഉപ്പച്ചിയെ, 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 ഉപ്പച്ചിയെ ഫുഡ് കഴിക്കാൻ പൈസ തരി. അനക്കെന്താ പറ്റിയ? സുഖല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എന്താ പ്രശ്നം? തേങ്ങാ പിണ്ണാക്ക് രാവിലെ വരെ നിങ്ങൾ കൂർക്കം വലിച്ചിട്ടേ നമ്മക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. എന്തത്തെ പറയണ പത്തു? ഞമ്മള് കേട്ടില്ലല്ലോ കൂർക്കം വലി. രാത്രി നിങ്ങൾ കിടന്ന് ഉറങ്ങല്ലേ, പിന്നെ ഒച്ച വെക്കൂ. ഞമ്മളൊന്ന് ഉണർത്തണ്ടേ? ഞമ്മക്കൊന്ന് കേക്കണ്ടേ? ഉണർന്നാ പിന്നെ വലി നിക്കൂലേ. ഞാൻ കേക്കാണ്ട് ഈ പറയണത് ഞമ്മളെങ്ങനെ വിശ്വസിക്കുക? റിസ്മോൻ കേട്ടിക്കണോന്ന് അവനോട് ചോക്കി. റിസ്മാനെ, ഉമ്മച്ചി കൊറേ ദിവസമായി തുടങ്ങിക്കണ്. ഞമ്മൾ അതും ഇതും പറഞ്ഞ് കുറ്റം പറയും. ഇതിലെന്ത് സത്യം? അല്ല, കൂർക്കം വലി അത്യാവശ്യം ഉണ്ട്. ബുദ്ധിമുട്ടുണ്ടാക്കണ വലിയൊന്നല്ലോ അല്ലേ? ഉപ്പച്ചിയെ, നിങ്ങളതേ ഭയങ്കര വെറുപ്പിക്കലാണ്. ഉമ്മച്ചീനെ പറഞ്ഞ ഒരു കാര്യമില്ല. സത്യം. എങ്ങനെയുണ്ട് ഇപ്പൊ വിശ്വസിച്ചല്ലോ. അല്ല, അതിനിപ്പോ ഞമ്മളെന്ത് ചെയ്യാനാ? ഇതിപ്പോ സിഗരറ്റ് വലിയും കഞ്ചാവ് വലിയും ഒന്നല്ലല്ലോ, കൂർക്കം വലിയല്ലേ. അതുകൊണ്ട് ആർക്കും ഒരു ദ്രോഹമില്ല. ദ്രോഹണ്ടി നമുക്ക് ഓർക്കം കിട്ടിയില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ കൊറേ ദിവസം ഓർക്കം കിട്ടാണ്ടെന്നാല് ആക്ക് വട്ടായി പോവില്ലേ. അനക്കിനി എങ്ങോട്ട് വട്ടാവാനാണ് പത്തു? മൂസക്കൈ വല്ലാണ്ട് തമാശക്കില്ലേ. എനിക്ക് പോകാനുള്ള സമയമായി. ഫുഡ് കഴിക്കാനുള്ള പൈസ തരി. ഞമ്മളെ കൈമേൽ കായില്ല. റിസ്പോനെ ആ ബ്രദേഴ്സ് ഹോട്ടലിൽ കേറിയിട്ട് നിങ്ങൾക്കൊക്കെ മാണ്ടി എന്തേ തെച്ചാ തിന്നോളി ഉപ്പച്ച് മാസത്തെ പൈസ കൊടുത്തു. പാത്തു ഈ കളിക്കാൻ നിൽക്കല്ലേ, കുട്ടിക്ക് വേഗം ഉണ്ടായി കൊടുക്ക്. ഇന്നീ രാത്രി നിങ്ങൾ കോലായിൽ കിടക്കും. നിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി. അല്ല, അത് ഇപ്പൊ രാത്രി ഒറ്റക്ക് കൊലായിൽ കിടക്കാൻ നമുക്ക് പേടിയാണ് പത്തു. ആണോ? അന്നപ്പോ പിന്നെ നമുക്ക് ഈ സമയത്തൊക്കെ കിടന്ന് ഉറങ്ങേണ്ടി വരും. ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഞാള് നിക്കണോ അതോ പോണോ? ഇനി അറ്റൻഡൻസ് ഷോർട്ടായാല് അതിന്റെ പൈസ കൂടി ഉപ്പച്ചി അടക്കേണ്ടി വരും. വേണ്ട, അതിന് നിക്കണ്ട. ഇതൊക്കെ വലിയ ഇടങ്ങറ കേട്ടോ. ഇത് വെച്ചോ. ഇതെന്തിനാണിത്? ഒരാൾക്ക് കഴിക്കാനോ? 100 എടുക്കും ഉപ്പച്ചി. 100 രൂപ കൂടി വേണം. നിങ്ങൾ എടുക്ക്. നാളെ രണ്ടാളില്ലേ? 2 പുട്ടൊരു ചെറുപയറിന്റെ കാര്യം തിന്നാ മതി. വാരി വലിച്ച് തിന്നാൻ നിൽക്കണ്ട രാവിലെ തന്നെ. പോയി കുത്തുവാൾ എടുക്കൂട്ടോ. പോയിക്കോളി. വെറുതെ ഇവിടുന്ന് കലകല കലകല ചെല്ലാണ്ട് പോയിക്കോളി. ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഉച്ചക്ക് പുറത്തുനിന്ന് നടന്നെങ്കിലും കഴിച്ചിട്ട് വന്നാ മതിയോ?
എന്തേത്തൊരു തലവേദനാണോ. എന്തേ താടോ എന്താ താത്ത പ്രശ്നം? തലവേദന. ആദ്യം ചൂടോണ്ടിരിക്കുന്നു. ചൂടുകൊണ്ടൊന്നല്ല, ഉറക്കം ശരിയാണില്ല. ഇവിടെ മൂട്ടയുണ്ടോ? ആണ്ടി മൂട്ടണ്ടി മൂസ മൂട്ട. മനസമാധാന മൂട്ട നമ്മ തരുന്നില്ല. അളിയൻ കച്ചറുണ്ടാക്കുന്നുണ്ട് അല്ലേ? ഞാനൊന്ന് കാര്യമായിട്ട് ഉപദേശിക്കട്ടെ. എടോ, 4 ആൾക്കാർ അന്ന കളിയാക്കണ കാര്യ. എന്നാ നേരിട്ട് അനുഭവിച്ചാലേ ആർക്കും അതിന്റെ സീരിയസ്നെസ് മനസ്സിലോ. ഗൗരവം. ആ എന്നാ താത്ത തെളിച്ച് കാര്യം പറയും. കൂർക്കം വലി. കൂർക്ക വലിയോ? ഇതപ്പത്ര വലിയ ആനക്കാര്യം. ആനക്കാര്യം തന്നെ. ചേട്ടിന്റെ അടുത്ത് ഗുറൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയാൽ നമുക്ക് ഉറക്കം വരുമോ? പിന്നെപ്പ എന്താ ചെയ്യാ? ഞാൻ കുറച്ച് ദിവസം നരിക്കിനെ നിൽക്കുക. അളിയന് മൊഴിയല്ലുള്ള പരിപാടിയാ? അതിനൊന്നല്ല, കുറച്ച് ദിവസക്ക് മനസ്സമാധാനത്തോട് കിടന്നുറങ്ങണ ഒരു 8 മണി വരെയെങ്കിലും. അപ്പൊ അളിയന്റെയും മക്കളെയും കാര്യം ആരും നോക്കും? ഓല ഹോട്ടലിൽ നിന്നോട്ടെ. അതൊന്നും ശരിയല്ല താത്ത. അളിയനോട് പറയാതെ എന്റെ കൂടെ വരണ്ട. സുക്കൂറെ പിന്നെന്തേത്ത ഒരു വയ്യ നീ പറഞ്ഞുണ്ടിയാ. ഞാൻ അളിയനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. വലി നിർത്തിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. സുക്കൂറെ സാസെന്ന് പറയുന്ന ഒരു കാറ്റ് അല്ലേ? ഒരു കാറ്റല്ലേ? ആ കാറ്റ് വരുന്ന സമയത്ത് ഏടുന്നാണ് ഇങ്ങനെ ഒച്ച വരുന്നത്? അതാണ് നമുക്കൊരു എത്തും പിടിയും കിട്ടാത്ത. അത്രയ്ക്ക് ഒച്ചുണ്ടോ? പിന്നല്ലാണ്ട് ചെറിയ ഒച്ചക്കാണെങ്കിൽ ഞാൻ പൊറുക്കൂലെ സുക്കൂറെ? ഈ പോര വരെ കുലുങ്ങി പോണില്ലേ? അതല്ലേ? ഇത്തൊന്നും കൊണ്ട് പേടിക്കണ്ട. ഞാനൊരു വഴി കാണുന്നുണ്ട്. തൽക്കാലം തിന്നാൻ എന്തെങ്കിലും എടുക്ക്. ഇവിടെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എനിക്ക് പള്ള പയിക്കുന്നുണ്ട്. ആ മുക്കിൽ ഹോട്ടലിൽ എന്തെങ്കിലും തിന്നോ? മൂസക്കായിന്റെ പറ്റിൽ എഴുതിയാ മതി. ആയിക്കോട്ടെ, പറ്റാൻ ഇഷ്ടം പോലെ തിന്നാലോ. അതേതായാലും നന്നായി. ഞാൻ പോരട്ടെ. അപ്പൊ ശരി, പറഞ്ഞ പോലെ ഹോട്ടലിൽ കേറിയിട്ടേ ഞാൻ ഇനി ഇങ്ങോട്ട് വരുള്ളൂ. പടച്ചോനെ, അളിയന്റെ പലി ഒരിക്കൽ അവസാനിക്കല്ലേ. പടച്ചോനെ. മെമ്പറേ, എന്താ ബൂസേ, മീനിന്റെ പൈസക്കാണോ? അത് ഞാൻ പിന്നെ തരാം. 1 മാസത്തെ പൈസ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, അത് വാങ്ങാൻ വന്നല്ല ഞമ്മള്. നല്ല മീൻ കുറച്ചെടുത്ത് ഈ വീട്ടിൽ കൊടുത്തോ. എല്ലാം കൂടി നാളെ എടുക്കാം. അതൊക്കെ നമ്മൾ കൊടുത്തോളാം. നമ്മള് വലിയൊരു കുടുക്കലാണ് മെമ്പറേ. ഈ ആകാശം കീഴിൽ എല്ലാ പ്രശ്നവും ഞാൻ പരിഹരിക്കും. ഈ കുപ്പായത്തിനുള്ള കഴിവുണ്ട് മൂസേ. ഉറപ്പല്ലേ? ഉറപ്പ്. ഈ പ്രശ്നം പറ. നമ്മള് കിടന്നുറങ്ങുമ്പോഴാ പ്രശ്നം. എന്ത് പ്രശ്നം? ഭയങ്കര ശബ്ദത്തിലാ. നമ്മൾ പോലും അറിയാണ്ട കൂർക്കം വലിച്ചോണ്ട്. അതിപ്പോ അത്ര വലിയ പ്രശ്ന? ദാമ്പത്യ ജീവിതത്തില് അതൊരു പ്രശ്നമാണ് ഞമ്മക്ക് മനസ്സിലായി. പാത്തൂന് കൂർക്കം വലിയ അലർജിയാണ്. ഓക്കത് കേട്ടാ പിന്നെ ഉറക്കം വരൂല. ഇങ്ങനെ ഒരു പ്രശ്നം എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അല്ല, അത് പരിഹരിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. എന്തേ? മൂസയ്ക്ക് ഒറ്റയ്ക്ക് കിടന്നാ പോരെ? ആ എന്ത് വർത്താനാണ് മെമ്പർ നിങ്ങൾ? അതല്ല, വീട്ടില് വേറെ റൂമില്ല. മാത്രമല്ല, പെട്ടെന്ന് വലുതാക്കാനുള്ള കായും നമ്മളെ കയ്യിലില്ല. കൂർക്കം വലിയ അത്രയും വലിയ പ്രശ്നമാണ്. ഈ വണ്ടി പോകുന്നതിനെക്കാട്ടും വലിയ ഒച്ച എന്നാ പാത്തു പറയും. നമുക്കാണെങ്കിൽ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. പാത്തു ആകെ പ്രശ്നത്തില്ല. മൂസേ, ഞാനൊരു സത്യം പറഞ്ഞ എനിക്ക് സങ്കടാവോ? നിങ്ങൾ പറഞ്ഞു നോക്കി. ശരിക്കും പറഞ്ഞ അതല്ല പ്രശ്നം. ദാമ്പത്യത്തില് പരസ്പരം ഇഷ്ടം കുറയുമ്പോ, ബോറടിക്കുമ്പോ ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അല്ല, ഞമ്മക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്ന ഭാഷ പറയുന്നത്. അതായത് പാത്തൂന് മൂസയോടുള്ള ഇഷ്ടം കുറഞ്ഞു വരുന്നതാണ് കാരണം. സ്നേഹം ഉണ്ടെങ്കിൽ കൂർക്കം വലിയൊരു പ്രശ്നമാവും മൂസേ? ഇല്ല. ഇത് വെറുതെ ഒരു കാരണം ഉണ്ടാക്കുക ആണോ? പിന്നെ ഇങ്ങനെ പല കാരണങ്ങളും പറയും. വേർപ്പ് നാറുന്നു, ഒരു വൃത്തിയില്ല, വളിച്ച തമാശ എന്തിനാ പറയുന്നേ, വായ നാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനിഷ്ടം രേഖപ്പെടുത്തും. സത്യത്തിൽ ഇഷ്ടം കുറയുന്നതാ മൂസേ. കല്യാണം കഴിച്ചപ്പോ ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല, ഇതിപ്പോ അടുത്താ തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത് പ്രശ്നം കൂർക്കം വലിയല്ല എന്ന്. അല്ല, അതിനിപ്പോ നമ്മളെന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, കുടുംബം കൊള്ളാവും. മൂസേ, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനായപ്പോഴാ പെണ്ണ് കെട്ടിയത്. ഓക്ക് നന്നായിട്ട് അറിയാം എന്റെ പണി ഇതാന്ന്. ഇപ്പൊ ഓള് പറയാ രാഷ്ട്രീയം വിടണമെന്ന്. എന്താ രാഷ്ട്രീയം അല്ല ഓക്ക് ഇഷ്ടമല്ലാത്തത്? ഇന്നയാ. നിങ്ങൾ എന്താക്കി? ഇത്രയും നല്ല പണി വേറെ എന്താടാ ഉള്ളത്? വേർക്കാ 4 പൈസ ഉണ്ടാക്കല് വേറെ എവിടെ നടക്കും? ഞാൻ രാഷ്ട്രീയം വിടൂല. അപ്പൊ ഓള് പ്രശ്നമാക്കൂലേ? ആര് മൈൻഡ് ചെയ്യേ? ഓണെ പോട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ജീവിക്കണോ? അപ്പൊ പ്രശ്നമില്ലേ അല്ലേ? എന്ത് പ്രശ്നം? മൂസ ധൈര്യമായിട്ട് പോയിട്ട് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങിക്കും.
വെറുതെ ടെൻഷൻ അടിക്കണ്ട. അന്യന്റെ കൂർക്കം വലി സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം വരും മൂസേ. സത്യോ? പിന്നെ അല്ല, അതിനല്ലേ ഞങ്ങളെ പാർട്ടി. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ഈ നിയമസഭാ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോ ഞങ്ങളെ പാർട്ടി ഇന്റെയും കുടുംബത്തിന്റെയും മുഴുവൻ വോട്ടും മെമ്പർ പാർട്ടിക്കാ. ആ അപ്പൊ വിട്ടോ, കൊറേ വെളുക്കച്ചിരിച്ച് ലോക്യം പറയാനുള്ളതാ. ഇലക്ഷൻ കൈമാസം തുടങ്ങിയില്ലേ? അല്ല അപ്പൊ മീൻ വേണ്ടേ? അത് ഈ പൊരേ കൊടുത്തോ, കുറച്ച് അധികം കൊടുത്തോ. അതെന്തേ? പാർട്ടി പ്രവർത്തകർ 4 നേരം വെട്ടി വിഴുങ്ങാനുള്ളതാ. അതിന്റെ കാര്യം മറക്കണ്ട. ആടോ തരാ. അത് മതി. എന്തേ ഇത് പ്രശ്നാണ്. എന്ത് പ്രശ്നം? ശ്വാസം ഒന്ന് പുറത്തേക്ക് വിട്, ശക്തിയായിട്ട്. വായിലൂടെ അല്ല, മൂക്കിലൂടെ വിട്. ഇത്താത്ത, ഇത് അത് തന്നെ. കൂർക്കം വലിയുടെ കാരണം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയളിയ. ഇത് പ്രശ്നമൊന്നുമല്ല. 100 ആൾക്കാരും ശ്വാസം വലിക്കുന്നുണ്ട്, കൂർക്കം വലിക്കുന്നുണ്ട്. ആര് പറഞ്ഞു? ഇതൊരു രോഗാണളിയ. എന്ത് രോഗം? അതിത് ഒപ്രപ്റ്റീവ് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോം എന്ന് പറഞ്ഞാല് ഈ മൂക്കിന്റെ അറ്റത്ത് തൊള്ളയിലേക്ക് തുറക്കുന്ന ഭാഗം ഉറക്കം വരുമ്പോ അടഞ്ഞു പോകുന്ന അസുഖം. ഞമ്മക്കേടെ അടയണൊന്നുമില്ല. പിന്നെ വരുന്നത് പൊണ്ണത്തടിയുള്ളവർക്കാ. നെക്ക് ചെറുതായിരിക്കും, കഴുത്ത് അത് ചെറുതായിരിക്കും, അപ്പം കൂർക്കം വലി വരും. കൗത്തോ? ആ കൗത്ത് തന്നെ. അനി ഞമ്മക്ക് തടിയില്ലല്ലോ. എന്താണെങ്കിലും എന്തോ ഒരു പ്രശ്നം ഉണ്ട് സുക്കൂറി. എന്നാ പിന്നെതാ മൂക്കിന്റെ വളവായിരിക്കും പ്രശ്നം. ഞമ്മളെ മൂക്ക് നേരെയാണ്, ഒരു വളവുമില്ല. അന്റെ തലക്കാണ് വളവ്. അഞ്ചൻ പറഞ്ഞാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എന്താക്കും? ഈ ഒരു ചുക്കും ചെയ്യൂല. കണ്ടോ കണ്ടോ, ഈ ദേഷ്യം പിടിക്കുന്നതിന്റെ ലക്ഷണ താത്ത. എന്തിന്റെ? ഈ മൂക്കില് ദശ വളർന്നിട്ടുണ്ടാവും. ദശയല്ല, ദോശ. ഒന്ന് പോവുറ അവിടുന്ന്. മൂസക്കായി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാസി പിടിക്കണേ? നമ്മക്ക് എന്താ പ്രശ്നം നോക്കാലോ. ഒരു പ്രശ്നമില്ലാത്ത നമ്മളെന്തിനാ നിങ്ങൾ ഇങ്ങനെ രോഗിയാക്കണത്? ആരെയാ പറഞ്ഞ പ്രശ്നമില്ല? നീ പ്രശ്നം ഉണ്ട്. അളിയ, ഞാൻ തമാശ പറഞ്ഞല്ല. ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ് കൂർക്കമ്മലിന്റെ ലക്ഷണങ്ങള്. അതിൽ ഏതോ ഒരു പ്രശ്നം അളിയനുണ്ട്, അത് ഉറപ്പാ. സുക്കൂറേ, പേടിക്കാനൊന്നുമില്ല അളിയ. ഒരു ഡോക്ടറെ കാണുക, ചിലപ്പോ ചെറിയൊരു സർജറി വേണ്ടി വരും. സർജറിയോ? ദശയാണെങ്കിൽ നമുക്ക് നീക്കം ചെയ്യാം, വളവാണെങ്കിൽ നേരെയാക്കാം, അടവാണെങ്കിൽ അതും ശരിയാക്കാം. എല്ലാത്തിനും പരിഹാരം തളിയാ. പരിഹാരം? മൂസക്കായെ, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ നമ്മ മനസ്സമാധാനത്തോടൊന്ന് ഉറങ്ങിക്കൂടെ? അതെ അളിയ, സംതൃപ്തമായ ദാമ്പത്യത്തിന് കൂർക്കം വലി ഇല്ലാത്ത രാവുകൾ. എന്തേ, നമ്മളെ കുരങ്ങളിപ്പിക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ ഇനി സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് നെറ്റിക്ക് പോവും. നമ്മക്കുണ്ട് വാസി. ആരും എവിടെയും പോണ്ട. നമ്മള് നിങ്ങൾ പറയുമ്പോൾ ചെയ്തോളാം. നമ്മളെ മൂക്ക് നമുക്ക് തിരിച്ചു തന്നാ മതി. അത് ഞാൻ ഏറ്റളിയ. നാളെ തന്നെ നമുക്ക് ആസ്പത്രിയിലെ പോകാം. പാത്തുവോ, പണ്ട് ഈ ചന്ദനം കടഞ്ഞ മാതിരിയുള്ള മൂക്കാന്ന് പറഞ്ഞ മൂക്കാണ് കേട്ടോ. ആദ്യം പിന്നെ ഒരു അന്തോ കുന്തോ ഇല്ലാത്ത പ്രായത്തിൽ നാത്തോ പറഞ്ഞു വെച്ചിട്ട് അവർക്ക് മനസ്സിൽ വെക്കുക. അതൊക്കെ നമുക്ക് ശരിയാക്കളിയ. നിങ്ങൾ ഇങ്ങനെ സെന്റിമെന്റൽ ആവില്ല. എന്ത് വന്നാലും ഇനി നമ്മൾ ആ വലി സഹിക്കൂല. ഇതൊഴിവാക്കണോ? ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ അളിയനെ വിടൂ. അപ്പൊ നമ്മളെ മയ്യത്തെടുത്തിട്ടേക്ക് പോവുള്ളൂ അല്ലേ? അളിയ അങ്ങനെ പറയലളിയ. ഒരു നല്ല കാര്യത്തിനല്ലേ? അല്ലേ? ഒന്ന് ചിരി ചിരിക്കളിയ. മൂഡ് ഔട്ട് കളിക്കലേ. എന്നാലും എന്റെ മൂസക്കായി ഇങ്ങളെ മൂക്കിന് ഗതി വന്നല്ലോ. കഷ്ടം തന്നെ. അല്ല, ഇനി മൂശയ്ക്ക് വർത്താനം പറയാൻ പറ്റുമോ? രണ്ടാക്കും വേറെ പണിയൊന്നുമില്ലല്ലേ? ഒന്ന് ഒഴിവാക്കി തന്ന വലിയ സമാധാനം. ഇനി എന്താണ് മൂസക്കായി നിങ്ങൾ ഇങ്ങനെ പറയണേ? നിങ്ങളെ കാണാൻ വന്നല്ലേ ഓലി? ഒന്നും പറയണ്ട, സൂക്കടായിട്ടല്ലേ. അല്ല സൂചി, ഒച്ചണ്ടാക്കണ്ട, തുന്നു വിടൂ. പിന്നെ പൈത്തിട്ടേ പ്രശ്നാവൂ. പൗക്കുന്നുള്ള ഉറപ്പ്
ഷുഗർ ഉണ്ട്. സുഖനപ്പക്കാ ഉപ്പയ്ക്ക് വരുന്നേൽക്ക് മുമ്പ് നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്. ഞമ്മളൊന്ന് മനസ്സുമാനത്താണ് ഇരുന്നോട്ടെ, നിങ്ങൾക്കൊന്ന് പോയി തരുമോ? അല്ല മൂസക്ക ഇപ്പൊ ഇടുന്ന ശരിക്കും വേദന ഇവിടുന്ന വരുന്നാണോ എന്നല്ലേ ചോദിച്ചേ? നല്ല വേദന ഉണ്ട് പാവത്തിന്. എന്താണെങ്കിലും സൂക്കേട് മാറിയല്ലോ കദീസുമ്മ, അതുകൊണ്ടാണ്. പാത്തോ ഏത് തരം കൂർക്കം വലിയ ഈ മൂസക്കൊക്കെ ഉണ്ടായേ? ഒരു വല്ലാത്തൊരു വലിയ എന്നെ അല്ല ഓർമ്മിപ്പിക്കില്ല. ഈ വലിയാണോ? മോളൊക്കെ എടുക്കണേ ആ പിള്ള താഴെ കങ്ങിനല്ല. ഇന്റത് അങ്ങനെ ഇന്റതായാലോ ഇന്റത് നോക്കട്ടെ. അല്ല അതും അല്ല, ഏകദേശം സുശീലിന്റെ തന്നെ എടുത്തോ. ഒച്ച കൂടുതൽ. അല്ല ഇത്രയും ചെറിയൊരു ശരീരത്തിന് വലിയ ഒച്ച ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ പാലെങ്ങനെ വളന്നെ ആടിക്കെടുക്കേനു. 45 കൊല്ലം പഴക്കമുള്ള പാലല്ലേ, വളഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഓർക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുക്ക്. ചായ നിറഞ്ഞാൽ ചവിട്ടിനൊരു സമാധാനം ഉണ്ടാവും. അതെ 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 പാത്തോ ചായ എന്താ എടുക്കാത്ത? പിന്നെ ദാ ഞമ്മക്ക് കട്ടൻ മതി. എന്തെങ്കിലും കുറിക്കാൻ എനിക്ക് അല്ല മൂസക്ക ഇങ്ങക്ക് ഇപ്പം പണിക്ക് പോകാനൊന്നും പറ്റൂല അല്ലേ? ഞാനേ മൂക്കൊണ്ടല്ല മീൻ വെക്കണത്, കൈകൊണ്ടാ. തമാശ തമാശ. പാത്തോ എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞ്? അതെ, ഇത് ഈ മൂക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിയച്ചല്ലേ. എന്നാലേ കൈയിട്ടൊന്നും ചൊറിയണ്ട ചൊറിയണ്ട ചൊറിയണ്ട. ആ ചോദ്യത്തിലല്ല വരൂ, ആ ചോദ്യത്തിലല്ല എന്നെ കൊണ്ട് പണിപ്പിക്കുന്ന. പാത്തോ എല്ലാ കാര്യം ഓരോരുത്തർ പറഞ്ഞില്ലേ? എന്ത്? അപ്പൊ പാത്തൊന്നും പറഞ്ഞില്ല. ഈ തൂക്കേട് പകരുന്ന തൂക്കേടാ. പകരാനോ? കൾസി മേഴ്സി ഇതാ. അല്ല പെട്ടെന്നൊന്നും പകരൂല, ഞാൻ പകരും. മൂസക്ക എന്തായാലും ഒന്ന് റെസ്റ്റ്, ഞങ്ങള് പിന്നെ വരാം. അല്ല, അപ്പൊ ചായ കുടിക്കണ്ടേ? സുശീല ഞാനും വരുന്ന മോനെ എന്റെ കൈ പിടിക്കുക. ഈ ചായ ഇവിടെ ഒന്നും പോട്ടെ വേണ്ട. പോട്ടെ. ആ, എന്റെ അമ്മ. എങ്ങനെ ഐഡിയ? ചായ കൊടുക്കാണ്ട് കഴിച്ചില്ലേ? പകരുന്ന തൂക്കേടാന്ന് പറഞ്ഞപ്പോ രണ്ടും വിറ്റില്ലേ? ഇനി പോയി കഞ്ഞി എടുക്കണേ പന്നിയെ. പഞ്ഞി റെഡി ആക്കണോ? എന്തേ തനിപ്പങ്ങള് പറഞ്ഞേ? പോയി കഞ്ഞി എടുക്ക പാത്തോന്ന്. ആ കഞ്ഞി കുടിക്കാനാ? ആ ഞാൻ ഇപ്പൊ എടുത്തുതരാം. എല്ലാരും കേറി കളിക്കാൻ. എന്തെന്നാ ഫുട്ബോളാ? എന്നാണ് പഠിച്ചോനെ ഇതൊക്കെ ഒന്ന് ശരിയായിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് വിളിക്കുക. ലിറ്റ്മാനെ ലിറ്റ്മാനെ ഡോ ഏടെ പോയി കിടക്കാൻ. ഞാൻ വല്ലാത്തൊരു കിടപ്പന്നായി പോയി. അല്ലേ എന്തേതാ കാലുമായിട്ട് ഇങ്ങനെ കിടക്കണേ? ഉറങ്ങില്ല? വേനുണ്ടോ? ഇല്ല നല്ല തുകഞ്ഞ്. ഒക്കെ നല്ലേനല്ലേ എഞ്ചമുസക്കായി. ഇങ്ങോട്ട് നോക്കി കൂർക്കം വലി നിന്നില്ലേ? ലീസ് വേനൊക്കെ ഉണ്ടാവും, അതൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ കിടന്നോളി. ഞമ്മക്കിപ്പം കിടന്ന ഒക്കം വരൂല. അനക്ക് വേണേ ഇനി കിടന്നോ. ഞാൻ കിടന്നുറങ്ങാൻ പോവാ. കൊറേ ദിവസത്തെ ഓർക്ക സീൻ ഉണ്ട്. ആ ഇങ്ങോട്ടേക്ക് കാല് കിടന്നോ. വെക്കാം. ഗുഡ് നൈറ്റ്. കുഞ്ഞായിട്ട് അപ്പൊ പോക്ക് എടുക്കാൻ മറന്നു വെക്കണം. എനിക്ക് തന്നെ കിട്ടണം. ഞാൻ മാത്രം നന്നായി തന്ന അടുത്ത ജനറേഷൻ എന്നാ ഒണ്ടി നിൽക്കുന്നത്. റബ്ബേ
ഇച്ചിനെ അങ്ങോട്ട് കൊന്നാ